വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഈ വേനൽക്കാലത്ത് നമ്മളുടെ ശരീരവും മനസ്സും ഒക്കെ തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു പിടി പുതിന ഇലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഏകദേശം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നാരങ്ങയൊക്കെ തൊലിയൊക്കെ നന്നായിട്ടൊക്കെ അരിഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഈ പുതിനയില നമ്മൾ അരച്ചതും അതുപോലെ നാരങ്ങയുടെ അംശവും തൊലിയും കുരുവും അതെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ നാരങ്ങ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് കഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മിൻറ്റ് ലെമൺ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്ലാസിൻ്റെ പകുതി വരെ നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നല്ല തണുത്ത സോഡ ഒഴിച്ച് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് സോഡ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ എടുത്തപ്പോൾ എനിക്ക് മധുരമൊക്കെ കറക്റ്റ് പാകമായിരുന്നു. നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ നോക്കാം. പഞ്ചസാരയൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മീത് നമുക്ക് കുറച്ച് പുതിനയിൽ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിലും അരിഞ്ഞൊക്കെ നമുക്ക് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കുടിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേക്കും നല്ല ടേസ്റ്റി ആയിട്ട് റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വേനൽക്കാലത്ത് ഈ ഒരു മിൻറ്റ് ലെമൺ കൂളർ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.